എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ അഭിയുടെയും ജാനകിയുടെയും ഇന്നത്തെ കഥയിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ തൻ്റെ മക്കൾക്കായിട്ട് സ്വത്ത് വീതിച്ചു കൊടുക്കണമെന്ന ആവശ്യവുമായി ഭാര്യ ഇങ്ങനെ വന്ന് നിൽക്കുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എന്താ ഈ പറയുന്നത് എന്ന് സൂര്യൻ ഇങ്ങനെ ചോദിക്കുക കേട്ടോ. നിന്റെ മക്കളല്ലല്ലോ, എൻ്റെയും കൂടി മക്കളല്ലേ? അതൊന്നും എനിക്കറിയണ്ട, ഞാൻ എൻ്റെ മക്കളുടെ കാര്യമാണ് പറഞ്ഞത്. അതായത് അഭയെ കൂടി ഇല്ലെന്നാണ് പ്രഭാവതി പറയുന്നത്. ഇത്രയും നാളും ഞാൻ നിങ്ങളെ വിശ്വസിച്ചു. എന്തായാലും ആ വിശ്വാസത്തിന് ഒരർത്ഥവുമില്ല എന്ന് മനസ്സിലായ സ്ഥിതിക്ക് നിങ്ങൾ ആധാരം റദ്ദ് ചെയ്ത കാര്യമൊന്നും എനിക്ക് അറിയേണ്ട കാര്യമൊന്നുമില്ല. എനിക്ക് വേണ്ടത് ഇനിയിപ്പോൾ ഇങ്ങനെ മുന്നോട്ട് പോയിട്ട് കാര്യമില്ല. അപ്പം നിനക്ക് ഡിവോഴ്സ് ആണോ വേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അല്ല, എൻ്റെ മക്കൾക്ക് ആവശ്യമായ വിഹിതം, ഇനി നിങ്ങൾ ഇതൊന്നും കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ, മക്കൾക്ക് കൊടുക്കുക, അത്രേ ഉള്ളൂ. ഇത് കേട്ട് നമ്മുടെ സൂര്യനാരായണൻ്റെ നെഞ്ചു പൊടിയാൻ തുടങ്ങി കേട്ടോ. ചങ്കിന് വേദന എടുക്കാൻ തുടങ്ങി. പെട്ടെന്ന് ചങ്കിലേക്കൊക്കെ കയറി പിടിച്ചു. അപ്പോഴേക്കും ഇത് അഭിനയമാണമ്മേ, അഭിനയം. അച്ഛൻ കുറേ നാളായി ഈ അഭിനയം വെച്ചുകൊണ്ട് നമ്മളെയൊക്കെ പറ്റിക്കാൻ തുടങ്ങിയിട്ട്. നമ്മളൊക്കെ പോയി കഴിയുമ്പോഴേ ഈ അഭിനയം അങ്ങ് നിന്നോളും. കുറേ അഭിനയം എന്നും പറഞ്ഞുകൊണ്ട് അപർണയും അജയും അതുപോലെ പ്രഭാവതി അവിടെ നിന്ന് ഇങ്ങോട്ട് കയറി പോവാണ്. പെട്ടെന്ന് ജാനകി വെള്ളം എടുത്തുകൊണ്ട് വരുന്നു. പക്ഷേ ആ വെള്ളം ഇറക്കാൻ പോലും ഇദ്ദേഹത്തിന് പറ്റുന്നില്ല. പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് അച്ഛനെ കൊണ്ടുപോവുക. എന്തായാലും പ്രഭാവതി റൂമിൽ പോയിട്ട് ഇത് എന്ത് ചെയ്യണം, ഇതുള്ളതാണോ ഇല്ലയോ എന്ന് അറിയത്തില്ലല്ലോ. എന്തായാലും അത്രയൊക്കെ ദേഷ്യപ്പെട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിലും പ്രഭാവതിക്ക് സങ്കടമുണ്ട്. പ്രഭാവതിക്ക് അരികിലേക്ക് നമ്മുടെ മുത്തശ്ശി അങ്ങോട്ടേക്ക് വരിക. നീ എന്ത് പരിപാടിയാണ് കാണിച്ചത്? സ്വത്തും ഷെയറൊക്കെ അല്ലേ ഓരോരുത്തർക്ക് വീതിച്ചു കൊടുത്തിട്ട് നീ എന്ത് ചെയ്യാൻ പോവാ? നിനക്കൊരു വിലയും വേണ്ട ഈ വീട്ടിൽ. അപ്പോഴേക്കും അപർണ വന്നു. മുമ്പും പിമ്പും നോക്കാതായി പോയലോടി നീ ദേഷ്യം തീർക്കാൻ പോയത്. ഇപ്പോൾ ഈ കുടുംബം തകർക്കുന്നതേ നീയാ. അപ്പോഴേക്കും പ്രഭാവതി ചോദിച്ചു, ആർക്ക് വേണ്ടിയിട്ടാണ് ഈ സ്വത്തുക്കളും കെട്ടിപ്പിടിച്ചുകൊണ്ട് ജീവിക്കുന്നത്? ആർക്ക് വേണ്ടിയിട്ടാന്ന് പറ. സ്വരം മോശമായ പാട്ട് നിർത്തണമെന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ? എന്തായാലും അപർണയ്ക്ക് സ്വത്ത് വീതം വെക്കുന്നതിനോട് ഒരു താല്പര്യമില്ല കേട്ടോ. തമ്മി തല്ലി തല കീറാതെ കിട്ടേണ്ടത് വാങ്ങി ഓരോരുത്തർ പോട്ടെ, എൻ്റെ മനസ്സിൽ അത്രയേ ഉള്ളൂ. അമ്മയുടെ ആവശ്യം അച്ഛൻ ഒരിക്കലും അംഗീകരിക്കില്ല. നല്ല ഒന്നാതിര അഭിനയമല്ലേ അച്ഛൻ കാഴ്ചവെച്ചത്. ഉത്തരം മുട്ടുമ്പോൾ ബോധക്കേട് കാണിച്ചാൽ മതിയല്ലോ അതിനെ പൊലിപ്പിക്കാൻ. ആദ്യകുടിയിലെ പ്രിയപ്പെട്ട മോനും മരുമോളും കൂടെ നിൽക്കുകയും ചെയ്യും. ആധാരം തിരിച്ചെഴുതാനായിട്ട് അമ്മ പറഞ്ഞപ്പോഴും അച്ഛന് ഇതേ അടവ് തന്നെയാണ് എടുത്തത്. അന്നും ഒരു തളർച്ച. എന്നിട്ട് മടക്കി എഴുതിയില്ലേ എന്ന് പ്രഭാവതി ചോദിച്ചു. ഒരു വിട്ടുവീഴ്ചയ്ക്ക് ഞാൻ തയ്യാറല്ല. ഷെയർ ചെയ്യിപ്പിക്കുക തന്നെ ചെയ്യും. പക്ഷേ ഈ ആവശ്യം നടക്കില്ല അമ്മ, ഒരിക്കലും നടക്കില്ല എന്ന് അപർണ ഇങ്ങനെ പറയാണ്. അച്ഛന് അഭിയേട്ടനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിരിക്കുക. അമ്മ ഒന്ന് തണുക്കുന്നത് വരെ അച്ഛൻ ഇല്ലാത്ത രോഗം പറഞ്ഞ് അവിടെ കിടക്കും. അച്ഛനും അതാവശ്യം, അഭിയ്ക്കും അതാവശ്യം. ഇനി എവിടെ കിടന്നാലും ഞാൻ പിന്നോട്ടില്ല. എത്ര ദിവസം കിടന്നാലും തിരിച്ചു വരുമല്ലോ എന്ന് പ്രഭാവതി പറഞ്ഞപ്പോൾ അപർണ ചിരിക്കുക. നീ എന്താടി ചിരിച്ചേ? അമ്മ എന്നും വിഡ്ഢിയാണല്ലോ എന്ന് ഓർത്ത് ചിരിച്ചു പോയെന്നേ ഉള്ളൂ. അപർണേ, നീ ഓരോന്ന് പറഞ്ഞ് എരികേറ്റാതെ പോകാൻ നോക്കിക്കേ. അല്ല, അറിയാത്ത കാര്യങ്ങൾ അറിയിച്ചു കൊടുക്കാനേ ഞാൻ ഇതുവരെ ശ്രമിച്ചിട്ടുള്ളൂ. പറഞ്ഞ് എരികേറ്റിട്ട് എനിക്ക് എന്ത് കിട്ടാനാ? ഞാൻ പോയേക്കാം. ദേ അപർണേ, നീ എന്തെങ്കിലും മനസ്സിൽ വെച്ചിട്ടാണോ സംസാരിക്കുന്നത്? അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നീ എന്നോട് പറയണം. എൻ്റെ പൊന്നമ്മയെ ഒന്നും മനസ്സിൽ കാണാതെ അച്ഛൻ മൂന്നാറിലെ എസ്റ്റേറ്റ് തിരിച്ചെഴുതുന്നു തോന്നണുണ്ടോ? അച്ഛൻ വേണ്ടതൊക്കെ ചെയ്തു കഴിഞ്ഞു. അപ്പം നമ്മുടെ മുത്തശ്ശി ചോദിച്ചു, അതിന് അവൻ എന്ത് ചെയ്തു എന്നാണ് നീ പറയുന്നത്? അതെ, ചെയ്തു. വിൽപത്രം തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോഴേക്കും എല്ലാവരും ഞെട്ടിയിട്ടോ. ഇത്രയും നാളും അപർണ പറഞ്ഞ വിവരമൊക്കെ ശരിയായിരുന്നത് കൊണ്ട് തന്നെ ഇതും ശരിയായിരിക്കുമെന്ന് വിശ്വസിച്ച് കണ്ണും തള്ളി ഇങ്ങനെ നിൽക്കുകയാണ് മുത്തശ്ശിയും അമ്മയും കൂടെ കൂടിയിട്ട്. അച്ഛൻ ഒരു വിൽപത്രം തയ്യാറാക്കിയിട്ടുണ്ട്. അച്ഛൻ്റെ കാലശേഷം മാത്രമേ അത് പുറത്തു വരുള്ളൂ. അതിലെന്താണെന്ന് അറിയുന്നത് അഡ്വക്കേറ്റ് സക്കീർ ഹുസൈന് മാത്രമാണ്. എന്നാൽ അത് പച്ചക്കള്ളമാണ്. എല്ലാ സ്വത്തിലും എനിക്കും അവകാശമുണ്ട്. ഞാൻ അറിയാതെ എങ്ങനെ വിൽപത്രം ഉണ്ടാക്കും? നീ പറഞ്ഞത് ആരോ കെട്ടിച്ചമച്ച കള്ളക്കഥയാണ് പറഞ്ഞ. ഞാൻ അറിഞ്ഞൊരു കാര്യം പറഞ്ഞതേ ഉള്ളൂ. ആരാ നിന്നോട് ഇതൊക്കെ പറഞ്ഞത് എന്ന് മുത്തശ്ശി ചോദിച്ചപ്പം ഇനി അത് പറയേണ്ട കാര്യമല്ല, അങ്ങനെ നടക്കില്ല എന്ന് അമ്മ പറഞ്ഞല്ലോ. പിന്നെ എന്തിനാ മുത്തശ്ശി ടെൻഷനാവുന്നത്? പിന്നെ എന്തിനു മുത്തശ്ശി ടെൻഷനാവണം എന്ന് ചോദിച്ചുകൊണ്ട് അപർണ ഇതെന്തായാലും ഇവരുടെ മനസ്സിൽ എന്തോ ഒരു പെടച്ചിലുണ്ടല്ലോ എന്ന് ഓർക്കുകയാണ് മുത്തശ്ശിയുടെ മനസ്സിലെ. അല്ല, അപ്പം മുത്തശ്ശിക്ക് വേറെ സംശയമൊന്നും ഇല്ലല്ലോ അല്ലേ എന്ന് അപർണ ചോദിച്ചു. മുത്തശ്ശിക്ക് ആകെ ഒരു ഞെട്ടലാണ്. പക്ഷെ പ്രഭാവതിക്ക് അത്രയും വലിയ പേടിയൊന്നുമില്ല. മുത്തശ്ശി അങ്ങ് പോയി കഴിഞ്ഞപ്പോഴേക്കും പ്രഭാവതി പറഞ്ഞു, ഞാൻ ഈ വേദന സഹിക്കുന്നത് കുറേ സ്വത്തിൻ്റെ കാര്യത്തിലല്ല, എന്നോട് വിശ്വാസവഞ്ചന കാണിച്ചതിൻ്റെ പേരിലാണ്. അതിൻ്റെ പേരിൽ നീ എന്നെ തരം താത്തി കാണിക്കരുത്. അപ്പം ഞാൻ അറിഞ്ഞ കാര്യം ഞാൻ മനസ്സിൽ വെച്ചതേ ഉള്ളൂ. അല്ലാതെ ഞാൻ ഇത് പുറത്ത് പറഞ്ഞുകൊണ്ട് നടന്നില്ല. അമ്മയുടെ വിഷമം കൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. അമ്മയ്ക്ക് വിശ്വസിക്കാം, വിശ്വസിക്കാതിരിക്കാം എന്ന് പറഞ്ഞ് അപർണ അങ്ങോട്ട് പോയിട്ടോ. എന്തായാലും ഹോസ്പിറ്റലിലാണ് സൂര്യനാരായണൻ. ഡോക്ടേഴ്സൊക്കെ വന്ന് പരിശോധിക്കും, ഐസിയുലൊക്കെയാണ്. ഈ ഒരു സമയത്ത് നമ്മുടെ ജാനകി ഈ കാര്യങ്ങളൊക്കെ ശരണ്യയും അമൃതയെ അറിയിക്കാനായിട്ട് വിളിക്കും. അപ്പോൾ രാത്രി ആയിരുന്നല്ലോ. അപ്പോൾ ഉറക്കത്തിൽ നിന്ന് ഇവർ കോൾ എടുത്ത് ജാനകി കാര്യങ്ങൾ ഇങ്ങനെ പറയുക. എത്രയും പാതിരാത്രിക്ക് വിളിക്കണമെങ്കിൽ എന്തോ പ്രശ്നമുണ്ടെന്ന് മനസ്സിലായി. ഹോസ്പിറ്റലാണ് എന്നും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് വരാനും
അച്ഛനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നിരിക്കുക. അപ്പം അച്ഛൻ എന്താ സംഭവിച്ചത് എന്നൊക്കെ ചോദിക്കുകയാണ് ശരൺ. അപ്പം നടന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുകയാണ്. എന്തായാലും നീ പെട്ടെന്ന് റെഡിയാവും, നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാം. അച്ഛന് ഹോസ്പിറ്റലാണ്. അങ്ങനെ നമ്മുടെ ജാനകി വിളിച്ചു പറഞ്ഞ അനുസരിച്ച് ശരണും അമൃതയും കൂടെ അവിടെ നിന്ന് പോരുക. ജാനകിക്കാണെങ്കിൽ ആകെ പേടി കേട്ടോ. കാരണം അമലിനെയോ അജയോ ആരെയും വിളിച്ചിട്ട് കിട്ടുന്നുമില്ല, കാര്യങ്ങളൊന്നും അറിയിക്കാൻ പറ്റുന്നുമില്ല. എന്തായാലും ഡോക്ടർ പുറത്തേക്ക് ഇറങ്ങി വന്നു. എന്താ ഡോക്ടർ സംഭവിച്ചത്? അതെ, ഞാൻ പറയുന്നത് സമചിത്തതയോടെ അഭിറാം കേൾക്കണം. അച്ഛന് സംഭവിച്ചിരിക്കുന്നത് സ്ട്രോക്കാണ്. ഇത് കേട്ടിട്ട് അഭിഞെട്ടി. അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ വളരെ ക്രിട്ടിക്കലാണ്. ശരീരം മരുന്നുകളോട് പ്രതികരിക്കാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. വേണ്ടതൊക്കെ ഇപ്പോൾ ചെയ്യുന്നുണ്ട്. ജാനകിയും അഭി ആകെ പേടിച്ചിങ്ങനെ നിൽക്കുക. അച്ഛൻ ഇങ്ങനെ ഒരു പെട്ടെന്ന് സ്ട്രോക്കിലേക്ക് പോകാൻ എന്താ കാരണം? അച്ഛന് കുറച്ച് ദിവസമായിട്ട് സുഖമില്ലായിരുന്നു. എന്തായാലും ഉറക്കത്തിലൊന്നും സ്ട്രോക്ക് സംഭവിച്ചില്ലല്ലോ, അതൊരു ഭാഗ്യമായിട്ട് കരുതുക. അപ്പോഴേക്കും പെട്ടെന്ന് സിസ്റ്റർ വന്നിട്ട് ഡോക്ടർ ഒന്ന് വേഗം അകത്തേക്ക് വരാനായിട്ട് പറയുകയാണ്. അങ്ങനെ ഡോക്ടർ ഓടിപ്പോട്ടെ, ഇവർ കണ്ടു നിൽക്കുന്നവർ പേടിച്ചു പോവുമല്ലോ. അഭിയേട്ട അച്ഛനും പറഞ്ഞുകൊണ്ട് നമ്മുടെ ജാനകി ഭയങ്കര കരച്ചിൽ. അമൃതയും ശരണും ഓടി വന്ന് അങ്ങോട്ടേക്ക്. അച്ഛൻ എന്താ പറ്റിയെന്ന് ചോദിച്ചപ്പോഴേക്കും സ്ട്രോക്ക് എന്നാ പറഞ്ഞത്. അവർ ഞെട്ടിപ്പോയി. അമൃത പെട്ടെന്ന് ചോദിച്ചു, വീട്ടിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ എന്നിങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും സ്വത്ത് ഭാഗം വെച്ച് കൊടുക്കണമെന്ന് അമ്മ അച്ഛനോട് പറഞ്ഞു. അച്ഛൻ അത് കേട്ടതും അഭിയേട്ടൻ്റെ കയ്യിലേക്ക് തളർന്ന് വീഴുക ചെയ്തത്. അച്ഛൻ്റെ അഭിനയമാണെന്നും ആണ് വീട്ടിലെല്ലാവരും കരുതിയിരിക്കുന്നത്. അതുകൊണ്ട് അവരാരും വന്നിട്ടുമില്ല. ഡോക്ടർ പറഞ്ഞത് കേൾക്കുമ്പോൾ ആകെ പേടിയാവുക എന്നും പറഞ്ഞ് ജാനകി നിന്ന് കരച്ചില്ല. എന്തായാലും നമ്മുടെ അജയ്ക്ക് ഒരു കുലുക്കുമില്ല. നിരഞ്ജനയാണെങ്കിൽ അജയുടെ അച്ഛനെയല്ലേ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിരിക്കുന്നത്, ഒന്നും അവിടെ വരെ പോയി നോക്കുക, അല്ലെ വിളിച്ച് നോക്ക്. പിന്നെ അച്ഛൻ്റെ ഓവർ ആക്ടിങ്ങിന് കൈയടിക്കാൻ വേണ്ടിയിട്ടാണോ ഞാൻ പോകേണ്ടത്? അജയ് സത്യം എന്താണെന്നൊന്ന് അറിയണമല്ലോ. എനിക്കറിയാനൊന്നുമില്ല. അമ്മ പറഞ്ഞത് ന്യായമായ കാര്യമാണ്. അത് പറയുന്നത് വരെ അച്ഛന് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ അച്ഛൻ തകർന്നു പോയി കാണും. സ്വത്ത് ഷെയർ ചെയ്ത് മക്കളെ പല വഴിക്ക് പറഞ്ഞു വിടണമെന്ന് അമ്മ ആവശ്യപ്പെട്ട ആർക്കും അത് താങ്ങാനാവില്ല. ഈ വാക്കുകൾ കേട്ടുകൊണ്ട് അപർണ ഇങ്ങനെ നിൽക്കുക കേട്ടോ. അയ്യോ, മക്കളെ സ്നേഹിക്കുന്ന ഒരച്ഛൻ, അച്ഛൻ്റെ മക്കളെ സ്നേഹമൊന്നും നീ എന്നോട് പറയിപ്പിക്കണ്ട കേട്ടോ. ഈ പ്രായത്തിൽ ഡിവോഴ്സിനെ കുറിച്ച് അമ്മ പറഞ്ഞത് അച്ഛന് വലിയ ഷോക്കായിട്ടുണ്ട്. ഒരിക്കലും അമ്മ അങ്ങനെയൊന്നും പറയാൻ പാടില്ലായിരുന്നു എന്ന് നിരഞ്ജന ഇങ്ങനെ പറയുക കേട്ടോ. അമ്മ ശരിയായ നിലപാടെടുത്തത് ഇപ്പോഴാണ് അമ്മയ്ക്ക് മക്കളെക്കുറിച്ചൊരു ബോധം വന്നത്. അപ്പോൾ അപർണ പറഞ്ഞു, എന്തായാലും ചെയറിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ തളർച്ച വരേണ്ട കാര്യമൊന്നുമില്ല എന്നാ അപർണ വന്ന് പറയുക. ഒന്നിലും കുലുങ്ങുന്ന കാര്യമൊന്നും അല്ല ഈ അച്ഛൻ. അപ്പോൾ അച്ഛൻ തളർന്ന് വീഴാൻ കാരണം ഇതൊന്നും അല്ല, വേറൊരു കാര്യമാണ്. അപ്പോഴേക്കും അച്ഛൻ്റെ അഭിനയം അല്ല എന്നാണോ നീ പറഞ്ഞു വരുന്നത്? അഭിനയമാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല എന്ന് അപർണ പറഞ്ഞു കേട്ടോ. യഥാർത്ഥം ഇത് തന്നെയാണ്. പക്ഷേ എൻ്റെ യഥാർത്ഥ സംശയം അച്ഛൻ ഇതിനു മുമ്പേ വിൽപത്രം എഴുതിയിട്ടുണ്ടെന്ന് തന്നെയാണ്. അതിന് വിൽപത്രം എഴുതാൻ സ്വത്തിൽ അച്ഛന് മാത്രമല്ല അമ്മയ്ക്കും അവകാശമില്ലേ? അതിന് അജയുടെ കയ്യിൽ തെളിവുണ്ടോ? എനിക്കതറിയാം. അതിലൊരു സംശയമൊന്നും ആർക്കും വേണ്ട. ഈ സമയത്ത് അജയ്ക്ക് കോള് വരികയാണ്. ശരണാണ് വിളിക്കുന്നത്. എന്തായാലും ഫോൺ എടുക്കുക എന്ന് പറഞ്ഞു നിരഞ്ജന. അങ്ങനെ അജയ് ഫോൺ എടുത്തു. അജയ്, നീ വീട്ടിലുണ്ടോ? നീ വിളിച്ച കാര്യം പറ. അച്ഛൻ ICUവിലാണ്, ഞാനിപ്പോൾ ഹോസ്പിറ്റലിലാണ്. അച്ഛൻ്റെ നില വളരെയധികം ക്രിട്ടിക്കലാണ്. ഓഹോ, നിന്നെ ആരാ വിളിച്ച് വിവരം പറഞ്ഞത്? അഭിയോ ജാനകിയോ? ആരായാലും എന്താ, നീ പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വാ. നിന്റെ അച്ഛനെ കാണണ്ട നിനക്ക്. നീ അഭിക്കും ജാനകിക്കും കാവലിരുന്നോ, ഇതിന് എന്നെ കൂട്ടുപിടിക്കാൻ നിൽക്കണ്ട എന്നും പറഞ്ഞിട്ട് അജയ് കോള് കട്ട് ചെയ്തു കേട്ടോ. അച്ഛൻ്റെ കണ്ണടയാൻ കാത്തിരിക്കുന്നൊരു മകൻ എന്ന് ശരൺ ഇങ്ങനെ മനസ്സിലോർക്കുക. നിരഞ്ജന കാര്യം തിരക്കി. എന്താ പറഞ്ഞത്? അതെ, ഹോസ്പിറ്റലിൽ വിളിച്ച് വരുത്തിയിട്ടുണ്ട്. അച്ഛനിപ്പോൾ മരിച്ചു പോകുമെന്നും പറഞ്ഞിട്ടേ അവനെ പേടിപ്പിച്ചിരിക്കുക അഭി. അപ്പോഴേക്ക് നിരഞ്ജന പറഞ്ഞു, നമുക്കും ഒന്ന് പോകാം. അതെ, നീ ചെല്ല. നിന്റെ ജാനിയടത്തേക്ക് ഒരു കൂട്ട് വേണമല്ലോ. പിന്നെ ഇതൊന്നും അമ്മയോട് പറഞ്ഞ് പേടിപ്പിക്കാൻ നിൽക്കണ്ട. അപ്പോഴേക്കും അപർണ പറഞ്ഞു, ശരൺ പറഞ്ഞത് സത്യമാണ്. എന്തായാലും അജയ് അത് മനസ്സിലാക്കാൻ തയ്യാറാകുന്നില്ല. എന്തായാലും അച്ഛൻ ചെയ്തു വെച്ച കാര്യമൊക്കെ എല്ലാവരും അറിയാൻ പോകുന്നേ ഉള്ളൂ. ആ സമയം അച്ഛൻ ജീവനോടെ ഉണ്ടായിന്ന് വരില്ല കേട്ടോ എന്നും അപർണ പറഞ്ഞ് കഥ കടക്കുക. നിരഞ്ജന ആകെ പേടിച്ചരണ്ടിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. ഇവിടെ എന്തൊക്കെയാണ് നടക്കണേന്ന്. പട പേടിച്ച് പന്തളത്തി എന്നപ്പോൾ പന്തം കൊളുത്തി പടാന്ന് പറഞ്ഞ അവസ്ഥയിലാണ് സ്വന്തം വീട്ടിൽ നിന്ന് ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴേക്കും. എന്തായാലും നമ്മുടെ ഉണ്ണിത്താൻ പോകാനൊക്കെ റെഡിയായിട്ടേ നിരഞ്ജനയുടെ അച്ഛൻ പോകാൻ റെഡിയായിട്ട് ഇറങ്ങാണ്. കോടതിയിലേക്കാണോ എന്ന് കെട്ടിയോളി ചോദിച്ചപ്പോൾ അല്ല, ഞാൻ മീൻ മാർക്കറ്റിലേക്ക് പോകും, അത് കഴിഞ്ഞ് പച്ചക്കറി കടയിലേക്ക് പോകും, എന്നിട്ട് പിന്നെ ഞാൻ കോടതിയിലേക്ക് പോകും. അതല്ല ഞാൻ ചോദിച്ചത്, രാജേട്ടൻ ഹോസ്പിറ്റലിലേക്ക് പോകുന്നുണ്ടോ എന്ന് അറിയാനാ. അതിനെനിക്ക് അസുഖമൊന്നുമില്ലല്ലോ. ഈ മനുഷ്യൻ്റെ ഇത് എന്ത് ചോദിച്ചാലും തറുതലയാണല്ലോ. അജയുടെ അച്ഛനെ കാണാൻ ഹോസ്പിറ്റലിലേക്ക് പോകുന്ന കാര്യമാണ് പറഞ്ഞത്. വേണേ ഞാനും വരാം. ICU കിടക്കുന്ന ഒരാളെ അകത്തേറി കാണാൻ പറ്റുമോ? ഞാൻ പോയിട്ട് എന്താ കാര്യം? ഒരാപത്ത് വരുമ്പോഴല്ലേ സഹായത്തിനായിട്ട് നമ്മളൊക്കെ കൂടെ വേണ്ടത്. അയ്യോ, അതൊക്കെ അങ്ങനെ ഉള്ളവർക്ക്.
നേരും നിറയില്ലാത്ത സൂര്യനാരായണൻ എൻ്റെ സഹായത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. ജീവിച്ചിരിക്കുന്ന മകൻ മരിച്ചുപോയി എന്ന് എന്നോട് പറഞ്ഞതാ. മൂത്ത മകൻ്റെ തള്ള വേറെ, ഒളിപ്പിച്ചു വെച്ച് നടന്നവൻ. അനുഭവിക്കാതെ വേറെ എങ്ങോട്ട് പോകാനാ? നമ്മുടെ മോളെ ഓർത്തെങ്കിലും സമയം കിട്ടുമ്പോൾ രാജേട്ട ഹോസ്പിറ്റലിൽ ചെന്ന് അയാളെ ഒന്ന് കാണുക. നിരഞ്ജന അവിടെ ഉണ്ട്. അച്ഛൻ വരുമെന്ന പ്രതീക്ഷയിലാണ് അവളുടെ പ്രതീക്ഷ ഞാൻ തെറ്റിക്കില്ല. ഞാൻ സൂര്യനാരായണനെ കാണാൻ പോകും. ഇപ്പോഴല്ല, മരിച്ച് അയാളുടെ ശവം കൊണ്ടുവരുമ്പോൾ അളകാപുരി പോയി ഞാൻ കാണും. അല്ലാതെ ഹോസ്പിറ്റലൊന്നുമില്ല. ഇനി അയാളുടെ അടക്കം കഴിഞ്ഞാലേ നിൻ്റെ മരുമകന് ഫിക്ഷ പോലെ ജീവിക്കാൻ എന്തെങ്കിലും കിട്ടുമോ എന്നറിയണമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഉണ്ണിത്താൻ പോവുക. ഈശ്വര, ഹോസ്പിറ്റലിൽ പോയി ഇയാളൊന്ന് കണ്ടാൽ മതിയായിരുന്നു എന്ന് ഓർത്തുകൊണ്ടാണ് ഭാര്യ ഇങ്ങനെ. എന്തായാലും അമൽ ഓടി വന്നു അഭിയേട്ടാന്ന് വിളിച്ചുകൊണ്ട്. അച്ഛൻ എന്താ പറ്റിയേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. നമ്മുടെ അഭിക്ക് മറുപടി ഇല്ലാണ്ട് ഇങ്ങനെ ഇരിക്കുക. പെട്ടെന്ന് അമൽ ഏട്ടനെ കെട്ടിപ്പിടിച്ചിങ്ങനെ കരയാണ്. നമ്മൾ സഹിക്കണം എല്ലാം, എനിക്ക് അച്ഛനെ ഒന്ന് കാണണം അഭിയേട്ടാ എന്നും പറഞ്ഞുകൊണ്ട് കാണാനായിട്ട് സമ്മതിക്കില്ല എന്ന് അഭി. അച്ഛനോട് സ്വത്ത് ഷെയർ ചെയ്യാൻ വേണ്ടി അമ്മയ്ക്ക് എങ്ങനെ കഴിഞ്ഞു ഇങ്ങനെയൊക്കെ പറയാനായിട്ട്? ഞാനുണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു, അമ്മയെ തടയുമായിരുന്നു. അപ്പോഴേക്കും ജാനകി പറഞ്ഞു, സംസാരിച്ച് വഷളായതല്ല, അമ്മ വന്ന് അച്ഛനോട് നേരിട്ട് തന്നെ ചോദിച്ചതാ. അതിന് അച്ഛൻ ഇതിനെ തകർന്നു പോകുന്നത്? എല്ലാവരും പറഞ്ഞ് ഇളക്കി വിട്ടതാണ് എന്ന് അച്ഛൻ അറിയാമല്ലോ, പിന്നെന്താ? അപ്പം ശരൺ പറഞ്ഞു, ഞാനും അതാ പറയുന്നത്, അച്ഛനിങ്ങനെ ഷോക്ക് ഉണ്ടാവേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ. എന്തായാലും അച്ഛനെ കൊണ്ടുപോകാനായിട്ട് വേറെ ആരും വന്നില്ലേ? അപ്പോൾ അമൃത് പറഞ്ഞു, ഏട്ടത്തി വിളിച്ച് പറഞ്ഞിട്ടാണ് ഞങ്ങൾ കാര്യങ്ങൾ അറിഞ്ഞത്, വേറെ ആരും വന്നില്ല. അപ്പോൾ എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് അച്ഛൻ്റെ അഭിനയമാണ് എന്നാണ്. ജീവനോടെ ഒന്ന് അച്ഛനെ കാണാൻ പോലും ഉള്ള മനസ്സ് ആരും കാണിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അഭി ഇങ്ങനെ നിൽക്കുകയാണ്. എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. പുതിയ ആൾക്കാരൊക്കെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യണം. സി യു അഗെയിൻ. താങ്ക് യു.